ഹായ്, ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഡ്രസ്സ് തയ്ച്ചെടുക്കാം. അതിനായിട്ട് അതിൻ്റെ ബോഡി പോർഷൻ രണ്ടും നല്ല വശം വരുന്ന ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ രണ്ടും തയ്ച്ചു കൊടുക്കാം. ഷോൾഡർ രണ്ടും നന്നായിട്ട് സെക്യൂർ ചെയ്ത് തയ്ച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ നെക്കിന് ഒരു ക്രോസ് പീസ് ആയിട്ടുള്ള കഷ്ണം വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പീസ് കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് മടക്കിയിട്ട് അതിൽ നിന്നാണ് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2-3 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പീസ് 2 ഞാൻ എടുക്കുന്നത്. 2 വലിയ പീസ് കട്ട് ചെയ്തിട്ട് അതിന് ആ വലിയ പീസാണ് ഞാൻ എടുക്കുന്നത്. അത് രണ്ടും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുക എന്ന് വെച്ചാൽ അത് നിവർത്തി വെച്ചാൽ ഒരുപോലെ നിൽക്കുന്ന ഭാഗം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചാൽ അവിടെ ഇങ്ങനെ മുകളിലൊരു എം പോലെ വരും. ആ ഭാഗം തമ്മിൽ കൂട്ടിയടിക്കുക. എന്നിട്ട് ആ 2 കൂർത്ത ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. അത് കട്ട് ചെയ്താൽ നല്ല നീളത്തിലുള്ള ഒരു ക്രോസ് പീസ് നമുക്ക് കിട്ടും. ഇതാ കണ്ടോ? ഇനി നമുക്ക് ഇത് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നെക്കിലേക്ക് നമുക്ക് നല്ല വശത്ത് നിന്ന് അടിച്ചിട്ട് ചീത്ത വശത്തേക്ക് മടക്കി അടിച്ചു കൊടുക്കാം. അല്ല, ഇനി ചീത്ത വശത്ത് നിന്ന് അടിച്ചിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചു കൊടുത്താലും ഒരു നെക്കിന് ഒരു ബോർഡർ പോലായിട്ട് കിട്ടും. അപ്പം ഞാനിത് നല്ല വശത്ത് നിന്ന് ഉള്ളിലേക്കാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാനതെങ്ങനെ തയ്ച്ചെടുത്തിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഈ ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. അവസാനം അറ്റത്ത് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി റെഡിയാക്കി കട്ട് ചെയ്ത് അടിച്ചു കൊടുത്ത് അത് ഇനി അത് മറിച്ചിട്ടിട്ട് ഞാനിപ്പോൾ മടക്കി കാണിച്ച് തരുന്നത് പോലെ മടക്കുക. അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത ആ വശം കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ മടക്കി അടിക്കുക. ഇനി മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് കാണാം, മടക്കി ഇങ്ങനെ തയ്ച്ചെടുക്കാം. ക്രോസ് പീസ് ആയതുകൊണ്ട് നല്ല നെക്കിന് അതിൻ്റെതായ രീതിയിൽ നന്നായിട്ട് ഷേപ്പായിട്ട് നിൽക്കും ക്രോസ് പീസ് ആവുമ്പോൾ. അല്ലാത്ത പീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നന്നായിട്ട് കിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് അത് മടങ്ങി കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന പീസ് ആയതുകൊണ്ട് നമുക്ക് അത് തയ്ച്ചെടുത്തിട്ട് കാണാം. ഇപ്പോൾ കണ്ടോ? തയ്ച്ചെടുത്തപ്പോൾ അത് പുറമേക്ക് തയ്ക്കുകയാണെങ്കിൽ അതവിടെ ഒരു നെക്കിന്, ഇനി അഥവാ നമ്മൾ വേറൊരു പീസ് ഇട്ടിട്ട് അടിക്കുകയാണെങ്കിലും നെക്കിന് അവിടെ ഒരു ഭംഗിയുള്ള ഒരു എന്താ പറയുക, ഒരു മോഡൽ പോലെ ആയി കിട്ടും. ഇപ്പോൾ തന്നെ അവിടെ നെക്ക് കാണുമ്പോൾ തന്നെ ഒരു മോഡൽ പോലെ തോന്നുന്നില്ലേ? അതിപ്പോൾ നമ്മൾ ഉൾവശത്ത് വെച്ച് അടിച്ചതിന് ശേഷം പുറത്തേക്ക് പതിച്ചടിച്ചതാണെങ്കിലും ഇങ്ങനെ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഉൾവശത്താണ് വെച്ചത്. ഇനി നമുക്ക് കൈ ഫിറ്റ് ചെയ്യാം. അതിന് കൈ നമ്മൾ വിട്ടിട്ട് ആ കഷ്ണം ജോയിൻ ചെയ്ത് അതിൻ്റെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് ഒരു വശത്തേക്ക് അടിച്ചു കൊടുക്കാം. ഒരു വശത്തേക്ക് അടിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അതവിടെ ലോക്ക് ചെയ്തിട്ട് ഇപ്പുറത്തെ വശത്തേക്കും മറിച്ചിട്ടിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പം എളുപ്പത്തിൽ നമുക്ക് കൈ അടിച്ചെടുക്കാൻ പറ്റും. ഇനി അധികം അറിയാത്ത ആളുകളാണെങ്കിൽ കൂടി ഇങ്ങനെ മെല്ലെ മെല്ലെ വെച്ച് ഇങ്ങനെ നടുവിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അടിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ തുണി ബാക്കിയൊന്നും വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ തള്ളി നിൽക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും മറിച്ചിട്ടതിന് ശേഷം ഇപ്പുറത്തെ വശത്തേക്ക് നമ്മളവിടെ നൂല് പിടിച്ച് വലിച്ചതായിരുന്നു. ഇനി ഇപ്പുറത്തെ വശത്തേക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം നടുവിൽ തന്നെ.
അങ്ങോട്ടേക്കും ജോയിൻ ചെയ്ത് കൊടുത്താൽ കൈക്കുഴി നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് വരും. ഇങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അറിയാത്തവർക്കാണെങ്കിലും കൂടിയിട്ട് അത് നല്ല പെർഫെക്റ്റായിട്ട് ഒരു അളവ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് കറക്റ്റായിട്ട് ആം ഹോള് ഫിറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കണ്ടോ കൈ എത്ര പെർഫെക്റ്റായിട്ട് വെച്ചു എന്നുള്ളത്. ഇതുപോലെ മറ്റേ കൈയും നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് സൈഡ് കൂട്ടി എടുക്കാം. ഇപ്പം ഞാൻ താഴത്തെ പോർഷൻ വേസ്റ്റിൻ്റെ അവിടുത്തെ പോർഷന് അളവെടുത്തിട്ടുണ്ട്. അത് 16 അത് ഞാൻ അളവ് മറന്നുപോയി. അത് 30 ഇഞ്ച്. മറ്റേത് 18 ഇഞ്ച് ഉണ്ടായിരുന്നു. അത് നമുക്ക് അളവെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനും രണ്ട് തുണിയുടെയും സെൻറ്റർ പോർഷന് നമുക്ക് വെട്ടിയെടുക്കാം. വേസ്റ്റിൻ്റെ അവിടെയുള്ള ബോഡി പോർഷൻ്റെ സെൻറ്റർ പോർഷനും താഴോട്ടേക്കുള്ള പീസിൻ്റെ സെൻറ്റർ പോർഷനും അടയാളപ്പെടുത്താം. എന്നിട്ട് അത് രണ്ടും കൂടെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു പിന്നോ മൊട്ടുസൂചിയോ എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുക്കാം. ഞാൻ മൊട്ടുസൂചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ഓരോ ഇത് വെച്ച് കൊടുക്കാം. ഓരോ ചുരുക്കിട്ട് കൊടുക്കാം. നമുക്ക് വേണ്ട രീതിയിൽ ചുരുക്കിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ബാക്ക് സൈഡിൽ രണ്ട് വശത്തേക്കായിട്ട് അതായത് സെൻറ്ററിൽ പ്ലീറ്റ് വരാത്ത രീതിയിൽ രണ്ട് വശത്തായിട്ട് പ്ലീറ്റ് വരുന്ന രീതിയിലാണ് ഞാൻ ബാക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതായത് സെൻറ്ററിൽ ബാക്ക് സൈഡിൽ സെൻറ്ററിൽ പ്ലീറ്റ് വരുമ്പോൾ ഒരു ഉന്തി നിൽക്കുന്ന പോലൊക്കെ ഫീൽ ചെയ്യും. ഒരു ഭയങ്കര മൈറ്റ് അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതില്ലാതാക്കാൻ ഇങ്ങനെ സെൻറ്ററിൽ പ്ലീറ്റ് വരാത്ത രീതിയിലാണ് അടിച്ചത്. അപ്പുറത്തെ വശത്ത് സെയിം അളവ് ക്ലോത്ത് ഒന്നിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ തിരിച്ച് വെച്ചിട്ട് ആണ് ഞാൻ പ്ലീറ്റ് എടുക്കുന്നത്. അങ്ങനെ വെച്ച് ഒന്നായിട്ട് പ്ലീറ്റ് എടുത്തത് ഇങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന തുണി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. മറ്റേ ഓർഗൻസ പോലെയുള്ള തുണിയൊന്നും ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അങ്ങനെ തയ്ച്ചെടുത്തപ്പം കണ്ടോ അതിൻ്റെ രണ്ട് സൈഡിലും. ഇനി ബാക്ക് സൈഡിൽ ഫ്രണ്ട് സൈഡിലും ഇനി അതുപോലെ തന്നെ അടയാളം ഇട്ടിട്ട് പിന്ന് കുത്തി വെക്കുക. ഫ്രണ്ടിൽ ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു പ്ലേറ്റ്സ് ആണ് ഇടുന്നത്. അത് മുഴുവനായിട്ടും ഇടുന്നുണ്ട്. പക്ഷെ അത് സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ പിൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. ഫ്രണ്ടിൽ ഞാൻ കുഞ്ഞു ചെറിയ പ്ലേറ്റ്സ് ഇട്ടിട്ടുണ്ട്. മുഴുവനായിട്ടും അത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരു അളവോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് കറക്റ്റ് തുണി പിൻ ചെയ്ത് വെച്ചിട്ട് ഇതാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട്. അതിന് മുന്നായിട്ട് കൈയുടെ അടിവശം മടക്കി തയ്ച്ചു കൊടുക്കാം. അങ്ങനെ രണ്ട് കൈയിൻ്റെ അടിവശവും മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് അത് ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ നേരെ താഴോട്ടേക്ക് അങ്ങനെ ഒന്നായിട്ട് ജോയിൻ ചെയ്ത് എടുത്താൽ മതി. എളുപ്പത്തിൽ ഡ്രസ്സിൻ്റെ പണി കഴിയും. ഞാനിതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് തയ്ച്ച് വരുമ്പോൾ ആണ് പറഞ്ഞത് പോക്കറ്റ് വേണമെന്ന്. ഞാൻ മോൾക്ക് വേണ്ടിയിട്ടാണ് തയ്ച്ചത്. അപ്പോൾ അവൾ പോക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയ പീസ് തുണി എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മടക്കി വെച്ചു. അതിൻ്റെ അറ്റം ഞാൻ കട്ട് ചെയ്യുന്ന രീതി
അതായത് 2 പീസ് വരുന്ന ഭാഗം തിരിച്ച് അവിടെ ജോയിൻ്റ് ആക്കാന്നുള്ള രീതിയിൽ ആണ് എടുത്തത്. അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ നിവർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇനി ആ 2 വശങ്ങൾ 2 സൈഡിലായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. വേസ്റ്റിൻ്റെ താഴോട്ടുള്ള പീസിലാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ പ്ലീറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു തുണിയിലാണ് നമ്മളിത് ജോയിൻ ചെയ്തെടുക്കുന്നത്. 2 സൈഡിലും ഒരേപോലെ പ്ലീറ്റിൻ്റെ പ്ലീറ്റിനോട് അടുപ്പിച്ച് തന്നെ നമ്മളത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കൈയുടെ അറ്റത്തുനിന്ന് തൊട്ടിട്ട് അടിച്ച് തന്നെയാണ് വരുന്നത്. അതായത് അടിച്ച് വരുന്ന സമയത്ത് പോക്കറ്റിൻ്റെ അവിടേക്കായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വരും. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നൂല് കട്ട് ചെയ്തതിന് ശേഷം വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആ പോക്കറ്റിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങനെ അടിച്ച് വരുന്നുണ്ട്. അവിടേക്ക് തയ്ച്ച് വന്നതിന് ശേഷം അതാ പോക്കറ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തു, നൂല് കട്ട് ചെയ്തു. ഇനി അതിൻ്റെ താഴെ ഭാഗത്തുനിന്ന്, അതായത് പോക്കറ്റിൻ്റെ താഴെ ഭാഗത്തുനിന്ന് ആ കർവ് ആയിട്ടുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തു താഴോട്ടേക്ക് ആ പോർഷൻ ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ അവിടെ പോക്കറ്റ് ഞാൻ വീഡിയോയിൽ അവസാനം ഡ്രസ്സ് കാണിക്കുന്നുണ്ട്, പക്ഷേ പോക്കറ്റ് കാണിക്കാൻ എനിക്ക് വിട്ടുപോയതാണ് കേട്ടോ, സോറി. അപ്പോൾ ഡ്രസ്സ് അടിച്ച് കഴിഞ്ഞ് നമ്മളിത് ആ ഡ്രസ്സ് ഇട്ടു. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിൽ പോക്കറ്റ് കാണിക്കാൻ വിട്ടുപോയതാണ്. ഈ സൈഡിലായിട്ട് പോക്കറ്റ് ഉണ്ട്, പക്ഷെ മോള് അത് പെട്ടെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.